താഴെ തന്നിരിക്കുന്നതിൽ 1857 കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് ഏത്? കലാപത്തിൽ ഡൽഹിയിൽ നേതൃത്വം നൽകിയത് നാനാ സാഹിബാണ്. ഒരു ദിവസം നമ്മുടെ വായിൽ അകപ്പെടാൻ പോകുന്ന ഒരു ചെറിയായി അവാർഡ് അവശേഷിക്കപ്പെടും. തോമസ് ജോൺസ് ബർഗ് 1859 വരച്ച ചിത്രമാണ് ഇൻ മെമ്മോറിയം. 1857 മെയ് 10 മീററ്റിലാണ് കലാപം ആരംഭിച്ചത്. ഇതിൽ ആൻസർ ഓപ്ഷൻ ബി ആണ്. വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യനാണിത്. ചുവടെ തന്നിരിക്കുന്നവയിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് ഫൈസാബാദിൽ വിപ്ലവം നയിച്ചത് നവാബ് വാജിദ് അലി ആണ്. ലക്നൌവിൽ വിപ്ലവം നയിച്ചത് മൗലവി അഹമ്മദുള്ളയാണ്. ബീഹാറിൽ വിപ്ലവം നയിച്ചത് കുൻവർ സിംഗ് ആണ്. ബറോലിയിൽ വിപ്ലവം നയിച്ചത് ഖാൻ അബ്ദുൽ ഖാൻ ആണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഓരോ സ്ഥലങ്ങളിൽ ആരൊക്കെയാണ് വിപ്ലവങ്ങൾ നയിച്ചതെന്ന് നോക്കാം. ഡൽഹിയിൽ ആരാണ്? ബഹദൂർ ഷാ രണ്ടാമൻ, ജനറൽ ഭഗത് ഖാൻ. അതിൻ്റെ സവിശേഷത എന്താണ്? കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. ആരാണ്? ബഹദൂർ ഷാ രണ്ടാമൻ. വിപ്ലവാനന്തരവും ബ്രിട്ടീഷുകാർ റങ്കൂണിലേക്ക് നാടുകടത്തി. ഇനി ജനറൽ ഭഗത് ഖാൻ. ബഹദൂർ ഷാ രണ്ടാമൻ്റെ സൈനിക ജനറലാണ്. ആര്? ജനറൽ ഭഗത് ഖാൻ. ഝാൻസിയിലെ കലാപത്തിന് നേതൃത്വം നൽകിയതാണ് ആരാണ്? റാണി ലക്ഷ്മിബായ്. ഝാൻസിയിലെ ഭരണാധികാരിയാണ് റാണി ലക്ഷ്മിബായ്. കാൺപൂരിൽ നേതൃത്വം നൽകിയത് നാനാ സാഹിബും താന്തിയ തോപ്പിയും. നാനാ സാഹിബിൻ്റെ സവിശേഷതയാണ് മറാത്ത ഭരണാധികാരി. താന്തിയ തോപ്പിയുടെ സവിശേഷതയാണ് നാനാ സാഹിബിൻ്റെ സൈനിക തലവൻ ഗോറില്ല യുദ്ധമുറകൾ പ്രയോഗിച്ചു. ലക്നൌവിലെ കലാപത്തിന് നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത്ത് മഹൽ. അദ്ദേഹത്തിൻ്റെ സവിശേഷതയാണ് അവാധിലെ ഭരണാധികാരി. ബീഹാറിലെ കലാപത്തിന് നേതൃത്വം നൽകിയത് കൻവർ സിംഗ്. അദ്ദേഹത്തിൻ്റെ സവിശേഷതയാണ് ജഗദീഷ്പൂരിലെ കാർഷിക പ്രഭു. ഇത്തരത്തിലുള്ള വീഡിയോകൾക്കായി ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യൂ.